ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതായത് നൂല് പൊട്ടലും സ്റ്റിച്ച് ഫിനിഷിംഗ് ഇല്ലാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക. പൂർണ്ണമായി കണ്ടാലാണ് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് നൂല് പൊട്ടുന്നതും അല്ലെങ്കിൽ സ്റ്റിച്ച് ഫിനിഷിംഗ് ഇല്ലാതെ വരുന്നതും ലൂസ് സ്റ്റിച്ച് വരുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, ഇപ്പം വീഡിയോയിൽ കാണിക്കുന്നത് A5 മെഷീൻ ആണെങ്കിൽ തന്നെയും ഇതാണ് ശരിക്ക് തയ്യൽ മെഷീനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സാധാരണ എല്ലാ പവർ മെഷീനും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നല്ല ബ്രാൻഡായിരിക്കണം നമ്മുടെ സൂചിയിലും ക്വാളിറ്റി ഉണ്ട്. കാരണം അതുപോലെ തന്നെ ആയിരിക്കണം സൂചിയുടെ ബ്രാൻഡ് വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. സൂചി ബെൻഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഒറിജിനൽ ബ്രാൻഡ് സൂചികൾ, ഗ്രോസ് ബക്കറ്റ്, സ്മിറ്റ്സ്, ഓർഗാൻ പോലെയുള്ള സൂചികൾ ഉപയോഗിക്കണം. സൂചിയിലെ കട്ടിംഗ് ഉള്ള വശം എപ്പോഴും വലത്തോട്ട് തന്നെ കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യണം. അതായത് വലത്തോട്ടായിരിക്കണം ചെയ്യേണ്ടത്. സൂചി പൂർണ്ണമായും മുകളിലോട്ട് കയറ്റി തന്നെ ടൈറ്റ് ചെയ്ത് വെക്കണം. സൂചി ഇറങ്ങുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ഒന്നും വൃത്തിയുണ്ടാവില്ല. ബോബിൻ കേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ബോബിൻ കേസ് അഡ്ജസ്റ്റ് അറിയാത്തവർ നമ്മുടെ ഷോർട്സിൽ പോയി കഴിഞ്ഞാൽ അതറിയാൻ പറ്റും. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കറക്റ്റായിട്ട് ത്രെഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഈ ഇപ്പം കാണുന്ന ആ ടെൻഷൻ സെറ്റിൽ നമുക്ക് സൂചിയുടെ നൂലിൽ ടൈറ്റ് ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധാപൂർവം ടൈറ്റും ലൂസും ചെയ്യണം. പിന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള മെഷീനാണെങ്കിൽ നീഡിൽ പ്ലേറ്റ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ട ആ പോർഷൻ്റെ ഹോള് ഡാമേജ് ആയിട്ടുണ്ടാവും. അത് ഡാമേജ് ഉണ്ടെങ്കിൽ നൂല് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൂചി ഇടുന്ന റോഡ്, നീഡിൽ ബാർ എന്നാണ് അതിനെ പറയുക, അതിൻ്റെ ഹൈറ്റിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് നല്ലപോലെ കിട്ടില്ല. സ്കിപ്പും ത്രെഡ് ബ്രേക്കേജൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന വോയിസ് കേൾക്കുന്ന കൂട്ടത്തിൽ വീഡിയോ പൂർണ്ണമായി ശ്രദ്ധിച്ച് കാണുക. സൂചി പൂർണ്ണമായി നീഡിൽ ബാറിൽ കയറ്റി ടൈറ്റ് ചെയ്തിട്ട് സൂചിനെ ഏറ്റവും താഴത്തോട്ട് വയ്ക്കുമ്പോൾ സൂചിയുടെ ഹോളിൻ്റെ പകുതി വശമാണ് നമ്മൾ വെളിയിൽ കാണാൻ പാടുള്ളൂ. അതാണ് സ്ക്രീനിലും പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷട്ടിൽ എന്ന് പറയുന്നൊരു പാർട്സാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ സ്ക്രീനിൽ കാണുന്ന ഷട്ടിൽ എന്ന പാർട്സിൻ്റെ ആ പോയിൻ്റ് നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കണം. അതിൻ്റെ പേരാണ് ഹൂക്ക് അല്ലെങ്കിൽ ഹുക്ക് സെറ്റ്. ഇതെല്ലാം കൂടാതെ, ഇതെല്ലാം ശരിയാണെങ്കിലും നമ്മൾ ഹുക്ക് സെറ്റും സൂചിയും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ടൈമിംഗ് അല്ലെങ്കിൽ ഹുക്ക് ടൈമിംഗ്. ഈ പറയുന്ന ഹുക്ക് ടൈമിംഗ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് നല്ലപോലെ കിട്ടില്ല. ഇനിയിപ്പോൾ ഹുക്ക് ടൈമിംഗ് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ നോക്കിയാൽ തന്നെ വീഡിയോ ആയിട്ടും ഷോർട്സൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കറക്റ്റാക്കി വെച്ചിട്ടും ഈ സൂചി താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രഷർ ബാർ മുട്ടുന്നുണ്ടെങ്കിലും സ്റ്റിച്ച് നമുക്ക് കറക്റ്റ് കിട്ടില്ല. അതും ശ്രദ്ധിക്കണം. പ്രഷർ ബാറല്ല, പ്രഷർ ഫൂട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്